കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അപ്പോൾ ഇതാണ് സുപ്രിയയുടെ ഓർമ്മകൾ തുള്ളിക്കളിക്കുന്ന സ്ഥലം. ശരിയാക്കി തരാം ഞാൻ. രണ്ടുപേരും ഇതെവിടെ പോയി? താങ്ക്സ് ഏട്ടാ. ഇങ്ങനൊരു കാഴ്ച കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഇവിടേക്ക് ഒരിക്കൽ കൂടി വരണമെന്ന് ഞാനും ആഗ്രഹിച്ചതല്ല. ഹരിപ്രിയ നിർബന്ധിച്ചതുകൊണ്ട് വന്നേ ഉള്ളൂ. സുപ്രിയയുടെ ഓർമ്മകള് വേദനിപ്പിക്കുന്നത് കൊണ്ടാണോ? അതെ, മറക്കാൻ മനഃപൂർവ്വം ആഗ്രഹിക്കുന്ന ഓർമ്മകളാ ഇവിടെയുള്ളതെല്ലാം. പക്ഷേ എനിക്കിതൊരു പുനർജന്മോ? അല്ല, സുപ്രിയ നടന്ന വഴികൾ, കൂട്ടുകാർക്കൊപ്പം തമാശ പറഞ്ഞ് നടന്ന ഈ കോളേജ് വരാന്തകൾ, ക്ലാസ് മുറികൾ. നമുക്ക് പോയാലോ? ഏട്ടാ, ഏട്ടന് ഓർമ്മയുണ്ടോ സുപ്രിയ ആദ്യം ഈ ക്യാമ്പസിൽ എവിടെ വെച്ചാ കണ്ടേന്ന്? ഇവക്കെന്താ ആ ഹിറ്റ്ലറിനോട് ഇത്രയ്ക്കങ്ങ് പറയാനുള്ളത്? ആവശ്യമില്ലാത്തൊക്കെ എന്റെ ഭർത്താവിനെ ഓർമ്മിപ്പിക്കാനുള്ള പണിയാണ് ഇവളുടേത്. ഏട്ടൻ ഓർക്കുന്നില്ലേ? ഇല്ല, ഓർക്കുന്നില്ല. ഓ, പഴയ ഓർമ്മകൾ കയവിറക്കായിരിക്കും. അയ്യാടാ, നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ചെന്ന് 4 ചീത്ത പറഞ്ഞ് രണ്ടിനും കൂടി ഇവിടെ നിന്ന് ഓടിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട. എന്താ ഉദ്ദേശം നോക്കാം. ഒരു ഷാജഹാൻ നിൽക്കുന്ന കണ്ടില്ലേ?
ഇത് താജ്മഹലാണെന്നാ വിചാരം. ഡി കെ ഇപ്പൊ അതൊന്നും ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. അതൊക്കെ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിന് സോറി പറയാൻ വന്നതായിരുന്നല്ലോ നിങ്ങളുടെ ബന്ധത്തിന്റെ തുടക്കം. അതെ, അന്ന് ഫ്രഷേഴ്സ് ഡേ ആയിരുന്നു. സീനിയേഴ്സ് ആരോ റാഗ് ചെയ്യാൻ ശ്രമിച്ചതിനിടയിൽ ഓടി വന്ന വരവില എന്നെ ഇടിച്ചത്. അതിന് സുപ്രിയ മാപ്പ് പറഞ്ഞത് ഓർമ്മയില്ലേ? ഓർമ്മയുണ്ടോന്നോ? അതൊന്നും മറക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നേരത്തെ ചോദിച്ചപ്പോ ഓർമ്മയില്ലെന്ന് പറഞ്ഞതോ? അതൊന്നും ഓർക്കാൻ എനിക്കിപ്പോ ഇഷ്ടമില്ല. സുപ്രിയ പോയി. കുറെ കാലം ഞാൻ ആ ഓർമ്മകളിൽ ജീവിച്ചു. ഇപ്പൊ ജ്യോതിയാണെല്ലാം. ജ്യോതിയെ വേദനിപ്പിക്കുന്ന ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല. അത്രമാത്രം ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ സുപ്രിയക്കൊന്നും മറക്കാൻ കഴിയില്ല. ഇല്ലെങ്കിൽ പിന്നെ അവൾ ഈ ഡയറി എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുമായിരുന്നില്ല. ഡയറിയോ? ഓ, പഴയ മെമ്മറീസ് ഒക്കെ എഴുതി വെച്ച ഡയറി ആയിരിക്കും. ചെന്ന് പിടിച്ചു വാങ്ങിച്ചങ്ങ് ദൂരെ എറിഞ്ഞാലോ? ഒരു ഡയറി കൊണ്ട് വന്നിരിക്കുന്നു. ഇവളെ ഞാനിന്നു ഒന്ന് തുറന്നു നോക്ക പോലും ചെയ്യുന്നില്ലേ? വേണ്ട, ഇനി അതൊന്നും ആവർത്തിച്ച് കേൾക്കാനോ വായിക്കാനോ പറ്റില്ല എനിക്ക്. അവള് തേഞ്ഞു. കുശിനിക്കാരനത് തുറന്നു പോലും നോക്കിയില്ല. ഓർമ്മകളുടെ ഓരോ പൊട്ടും പൊടിയും എല്ലാം അവൾ ഇതിൽ കുറിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടെ ഇത് തുറന്നു നോക്കുന്നതാ എനിക്കിപ്പോ ഏറ്റവും വലിയ സന്തോഷം. ഈ ക്യാമ്പസിന്റെ ഓരോ മൂലയിലും സുപ്രിയയുടെ ഗന്ധമുണ്ട് അല്ലേ ഏട്ടാ? ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ ഉറപ്പില്ല. അതിനുശേഷം എത്ര പേമാരിയും കൊടുങ്കാറ്റും വന്നുപോയി. പുതിയ തളിരുകൾ വന്നു, മരങ്ങൾ വളർന്നു. ശരിയാ, കൊടും വേനലിൽ സുപ്രിയയുടെ ഓർമ്മകൾ പോലും കത്തിക്കരിഞ്ഞു പോയിട്ടുണ്ടാവും. എന്നാലും എനിക്ക് അവളെ കുറിച്ച് ഓർക്കാൻ ഇത് മാത്രല്ലേ ഉള്ളൂ. കരയുന്ന എന്തിനാ? മരിച്ചവര് തിരിച്ചു വരില്ല. പക്ഷെ ജീവിതം മുന്നോട്ട് പോയേ പറ്റൂ. ഒരു ദിവസത്തേക്കെങ്കിലും ഈ മരിച്ചവരൊക്കെ ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ അല്ലേ? ഞാനിപ്പോ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. സുപ്രിയ തിരിച്ചു വരുമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി കാത്തിരുന്നു. അവളുടെ ഓർമ്മകളെ പോലും ഞാൻ സ്നേഹിച്ചിരുന്നു. പക്ഷേ അവളിപ്പോ ജ്യോതിയാണ്. ഇത് മറ്റാരും പറഞ്ഞല്ല, കുടജാതിരി വെച്ച് സുപ്രിയ തന്നെ പറഞ്ഞ. അന്നു മുതൽ സുപ്രിയൻ ജ്യോതിയും എനിക്കൊന്നാ. ഈശ്വര, ജ്യോതിയോടുള്ള ഈ സ്നേഹത്തിന് മുന്നിൽ ഞാൻ എങ്ങനെ പറയും ഞാൻ ഹരിപ്രിയയല്ല സുപ്രിയയാണെന്ന്? വേണ്ട, പറയണ്ട. തിരിച്ചു പോകേണ്ടവളാ ഞാൻ. പോയേ പറ്റും. എന്താ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. എന്റെ കണ്ണാ, ഇവള് കരഞ്ഞു കരഞ്ഞ കുശിനിക്കാരന്റെ മനസ്സെങ്ങാനും മാറ്റുവോ? കണ്ണാ, നീ ഇതിന് കൂട്ടു നിൽക്കല്ലേ. എത്രയും പെട്ടെന്ന് ഈ പിശാചിനെ ഇവിടുന്ന് ഓടിക്കണം. എന്റെ കണ്ണാ, വാ നടക്കാം. എവിടെ പോയി? ഹരിപ്രിയെ, തനിക്ക് എന്നോട് വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചത്? എന്തോ എനിക്കങ്ങനെ തോന്നി. തോന്നിയതെല്ലാം ശരിയാകണമെന്നില്ലല്ലോ അല്ലേ? നമുക്ക് തിരിച്ചു പോയാലോ? പോകാം.
അല്ലെങ്കിലും വന്ന കാര്യം കഴിഞ്ഞല്ലോ. ആ, എന്ത് കാര്യം? അതിന് നമ്മൾ എന്ത് ചെയ്തു? എല്ലാം നമുക്ക് കാണാൻ കഴിയില്ലല്ലോ ഏട്ടാ. സുപ്രിയയും DKയും കണ്ടുമുട്ടിയ ഈ ക്യാമ്പസ് എനിക്കൊന്ന് കാണണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ടു. അവള് നടന്ന വഴികൾ, തണല് കൊണ്ട് നിന്ന മരച്ചുവടുകൾ, രഹസ്യം പറഞ്ഞ വരാന്തയിലെ കൽത്തൂണുകൾ, ഈ ക്യാമ്പസിന്റെ ഗന്ധം നിറഞ്ഞ ഓർമ്മകൾ, അങ്ങനെയെല്ലാം എല്ലാം കണ്ടു കേട്ടു. താങ്ക്സ് ഏട്ടാ. ഇനി നമുക്ക് പോവാം. ഓ, അത് ശരി. എന്റെ ഭർത്താവിന്റെ പിന്നിൽ കയറി തോളി കൈയിട്ട് പോകാനുള്ള പരിപാടിയല്ലേ? അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. കാണിച്ചരാ ഞാൻ. ഹലോ. നീയോ? അതെ, ഞാൻ തന്നെ. ഹരിപ്രിയെ, ഒന്നിറങ്ങിക്കേ. അതെന്തിനാ ഞാൻ ഇറങ്ങുന്നേ? അതെ, അവനവൻ ഇരിക്കേണ്ട സ്ഥാനത്ത് അവനവൻ ഇരുന്നില്ലെങ്കിലേ അവിടെ വേറെ വല്ലവരും കയറിയിരിക്കും എന്നാണ് പ്രമാണം. അല്ലേ ഹിറ്റ്ലറെ? ആ, ഇവിടെ എല്ലാം ചുറ്റിയടിച്ച് കണ്ടില്ലേ? കഥകളും പറഞ്ഞല്ലോ അല്ലേ? ആ, ഇനി മതി. നിന്നോടാരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു? കാടാമ്പുഴ ഭഗവതി. എന്റെ ഭഗവതി, എന്തേ അങ്ങനെ ഒരാളെ കേട്ടിട്ടില്ല? എന്റെ ദേവി, ഇപ്പൊ വന്നതുകൊണ്ട് എനിക്ക് എന്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടി. അനാവശ്യം പറയരുത്. നിങ്ങൾക്ക് കാണിക്കാം. ഞാൻ പറയുന്നതാണ് കുഴപ്പമല്ലേ? എന്റെ പൊന്നു മോനെ, wherever you go, I am there. എന്ത്? ഇത് പണ്ടൊരു സിനിമയിൽ പറഞ്ഞ പരസ്യവാചക. നിങ്ങൾ എവിടെ പോയാലും ഞാൻ കൂടെ തന്നെ ഉണ്ടാവുന്നു. നിനക്കെന്താ സംശയരോഗമാണോ? ആ, രോഗം എന്താണെന്നും വാടംപള്ളിയിലെ മനോരോഗി ആരാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ പിന്നാലെ വന്നത്. ജ്യോതി, ഞങ്ങൾ വന്നത് നീ വിചാരിക്കുന്നത് പോലെ. അയ്യോ, അതിന് ഞാനൊന്നും വിചാരിച്ചിട്ടില്ലല്ലോ. ഇങ്ങോട്ടൊന്നും അറിയിക്കേ. എന്താ? ഒരു കാര്യം പറയാൻ ഇറങ്ങ്. സാരി കൊടുത്ത് ബുള്ളറ്റിൽ പോകാൻ പാടില്ലെന്ന പ്രമാണം. ആ, ഇനി പോ ഹിറ്റ്ലറെ. ബേക്കറിക്കാരി, നീ ഇങ്ങനെ മാനേഴ്സ് ഇല്ലാതെ പെരുമാറരുത്. ഓ, മാനേഴ്സ് അല്ലേ? കാണിച്ചരാം. വണ്ടി വിട്ടോ. വണ്ടി വിട്. ഹരിപ്രിയെ, ഒരു ഓട്ടോ പിടിച്ചങ്ങ് പോന്നേക്കേ. അത് തീരുമാനിക്കുന്നത് നീയാണോ? അതെ, ഞാൻ തന്നെ ഇപ്പൊ തീരുമാനിക്കുന്നത്. വേഗം ഒന്ന് വണ്ടി വിട് ഹിറ്റ്ലറെ. ഹരിപ്രിയെ, വേറൊന്നും നീ വിചാരിക്കല്ലേ. അവനവന്റെ മുതല് അവനവൻ തന്നെ സൂക്ഷിക്കണം എന്നാണല്ലോ. അതുകൊണ്ടാ. സോറി കേട്ടോ. ആ, വേഗം അങ്ങോട്ട് വരണേ. നമുക്ക് അവിടെ കാണാം. വണ്ടി എടുക്ക ഹിറ്റ്ലറെ, മഴ പെയ്യും ഇപ്പൊ. പെട്ടെന്ന് എടുക്ക്. അയ്യോ, കുറുമ്പി, എന്തൊരു സ്നേഹ ഇവൾക്ക് DKയോട്. നിനക്കൊരു മര്യാദയുണ്ടോ? മാനേഴ്സ് ഉണ്ടോ? എന്തിന് എന്റെ പിന്നാലെ ഇങ്ങനെ വരാൻ? ഇല്ല, എന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു നാണക്കേടും ഇല്ല. പഴയ ഭാര്യയുടെ അനിയത്തെ കൊണ്ട് കറങ്ങാൻ ഇറങ്ങിയിരിക്കുക. അയ്യേ, നാട്ടുകാരറിഞ്ഞ എന്തോ പറയാ. നിങ്ങൾക്ക് അന്തസ്സുണ്ടോ? ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യോ? നിനക്ക് സംശയരോഗം മൂത്ത് വട്ടായതാ. അതെ, എനിക്ക് വട്ട. നിങ്ങളുടെ കാര്യത്തില് എനിക്ക് വട്ട് തന്നെയാ. സ്വന്തം ഭർത്താവ് ഇങ്ങനെ ചെയ്ത ഏത് ഭാര്യയ്ക്കാ വട്ടാവാത്തത്? ഇപ്പൊ ഞാൻ പറഞ്ഞേക്കാം, ഇനിയെങ്കിലും മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നോണം. നീ എന്നെ മര്യാദ ഒന്നും പഠിപ്പിക്കണ്ട. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അയ്യടാ, അതൊക്കെ പണ്ട്. ഇനി അത് നടക്കില്ല. ചോദിക്കാനും പറയാനേ ഇവിടെ ആളുണ്ട്. ആ, ആ ഹരിപ്രിയ ചേർന്നിരുന്നപ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ഞാൻ പിടിക്കുമ്പോ മാത്രമേ കുഴപ്പമുള്ളൂ. എന്റെ ഭർത്താവിനെ ഞാൻ പിടിക്കും.
അപ്പോ നമ്മുടെ ഫാമിലിയിലേക്ക് ആദ്യത്തെ ബേബി വരാൻ പോവുക. ഓൾ ദി ബെസ്റ്റ് ബേട്ടി. അപ്പൊ പിന്നെ നമുക്ക് ചടങ്ങിലേക്ക് കിടക്കാം, അല്ലേ സുധാരൻ നായരെ? ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ജാവേദിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ടൊരു തെളിവ് കിട്ടിയിട്ടുണ്ട്. ആണോ? അവന് പിന്നിൽ ആരാണെന്ന് അവൻ പറഞ്ഞു. പക്ഷേ അവന്റെ മൊഴിയിലെ സൂചനകൾ നമുക്കത്ര നല്ലതല്ല. ഡി കെ, ഞാൻ അങ്ങോട്ട് വരിക. എടോ, ഇവിടെ ഒരു ചടങ്ങ് നടക്കുക, തനിക്കറിയില്ലേ? പ്രിയ പ്രഗ്നന്റ് ആയതിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും. അതൊക്കെ എനിക്കറിയാം. താൻ എൻ്റെ സുഹൃത്താണ്. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ടൊരു പോലീസ് ഓഫീസറാണ് ഞാൻ. എനിക്ക് എൻ്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. ഡി കെ, നമുക്ക് നേരിൽ കാണാം. എന്തെങ്കിലും അത്യാവശ്യമായിരുന്നോ? ഏയ്, ഒന്നുമില്ല. നമസ്കാരം സാർ. ഡി കെ, 1 മിനിറ്റ് പ്ലീസ്. എന്തോ എനിക്കറിയില്ല. താൻ ഫോണിൽ പറഞ്ഞ് കേട്ടിട്ട് ഞാൻ ആകെ കൺഫ്യൂഷനില്ല. ഞാനും ആകെ കൺഫ്യൂഷനിലാണ് ഡി കെ. ഈ കേസിൽ ഇങ്ങനൊരു ടെസ്റ്റ് ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ജാവേദ് സത്യം പറഞ്ഞു, കൃത്യമായിട്ടുള്ള തെളിവുകളും തന്നു. ഡി കെ, നിങ്ങളും ഞാനും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളാണ്. പക്ഷേ ഇവിടെ എനിക്ക് എൻ്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ.